പാർട്ടി കോൺഗ്രസ് പൂർത്തിയായെങ്കിലും പ്രായപരിധി മാനദണ്ഡം നേതൃത്വത്തിന് വരും ദിവസങ്ങളിലും തലവേദനയാകും. പാർട്ടി കോൺഗ്രസിൽ പോലും പ്രായപരിധിയിൽ ഇളവ് അനുവദിച്ചത് കേരള പാർട്ടിയിലെ വിഭാഗീയതയ്ക്ക് വീണ്ടും ഊർജ്ജം നൽകും. പദവി ഒഴിയുന്ന മുതിർന്ന നേതാക്കൾക്ക് ഘടകം പോലും നിശ്ചയിക്കാത്തതും പാർട്ടിയിൽ പ്രതിസന്ധിക്കിടയാക്കും. ചണ്ഡീഗഡിൽ 25-ാം പാർട്ടി കോൺഗ്രസ് ചേരുമ്പോൾ ഇടതു രാഷ്ട്രീയം ഉറ്റുനോക്കിയത് പ്രായപരിധി മാനദണ്ഡം കർശനമായി പാലിക്കുമോ എന്നതാണ്. മാനദണ്ഡം കേരളത്തിൽ കർശനമായി നടപ്പാക്കിയതിന്റെ അലയൊലികൾ അടങ്ങും മുമ്പ് ചേർന്ന പാർട്ടി കോൺഗ്രസിൽ പ്രായപരിധിക്ക് വേണ്ടി കേരള ഘടകം ശക്തിയുക്തം വാദിച്ചു. പൊതുചർച്ചയിൽ കേരളം നിലപാട് വ്യക്തമാക്കിയെങ്കിലും ദേശീയ എക്സിക്യൂട്ടീവിൽ വഴങ്ങി. ദേശീയ കൗൺസിൽ തിരഞ്ഞെടുപ്പിനിടെ പോലും പതിവില്ലാത്ത വിധം പ്രതിഷേധമുയർന്നത് പ്രായപരിധിയുടെ പേരിലാണ്. ഡി രാജയ്ക്ക് മാത്രമല്ല, ദേശീയ കൗൺസിലിലും കൺട്രോൾ കമ്മീഷനിലും ചിലർക്ക് ഇളവുകൾ കിട്ടിയതാണ് അംഗങ്ങളെ ചൊടിപ്പിച്ചത്. കേരളത്തിൽ നിന്നുള്ള അംഗങ്ങൾക്ക് പുറമെ ബീഹാർ ഘടകത്തിൽ നിന്നടക്കം ശബ്ദമുയർന്നു. പാർട്ടി കോൺഗ്രസിൽ വരെ ഇളവുകൾ അനുവദിച്ചതോടെ കേരളത്തിൽ നിന്നും പ്രായപരിധിയുടെ പേരിൽ പുറത്തു പോകേണ്ടി വന്ന EK ഇസ്മായിൽ അടക്കമുള്ള നേതാക്കളുടെ ചോദ്യങ്ങൾക്ക് മുന്നിൽ സംസ്ഥാന നേതൃത്വത്തിന് ഉത്തരം മുട്ടും. ബിനോയ് വിശ്വം ദേശീയ സെക്രട്ടേറിയറ്റിൽ നിന്നും സ്വയം മാറിയതുകൊണ്ടൊന്നും ആ വിമർശനങ്ങളുടെ മുനയൊടിക്കാനാകില്ല. പതിറ്റാണ്ടുകൾ പാർട്ടിക്ക് വേണ്ടി ജീവിതം മാറ്റിവെച്ച മുതിർന്ന നേതാക്കൾ പദവി ഒഴിയുമ്പോൾ ഘടകമില്ലാതെ പാർട്ടി അംഗമായി മാറുന്ന പ്രതിസന്ധിയും പാർട്ടിയെ അലട്ടും. പാർട്ടി പരിപാടി നവീകരണത്തിനായുള്ള കമ്മീഷൻ ഇക്കാര്യം പരിഗണിക്കുമെന്നാണ് നിലവിലെ പ്രതീക്ഷ. 24 ചണ്ഡീഗഡ്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.